ബി.ജെ.പിയിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ച ശേഷം എടുത്ത തീരുമാനം. അത് ഒരുപാട് വർഷങ്ങളായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ഇതുവരെ എവിടെയും എൻ്റെ രാഷ്ട്രീയമോ എൻ്റെ പാർട്ടിയോ ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ആണ് ഞാൻ അത് പറയുന്നത്. അത് ഞാൻ ഒരുപാട് ആലോചിച്ച ശേഷം തന്നെയാണ് എടുത്ത ഉറച്ച തീരുമാനമാണ്. പ്രതീക്ഷകളെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റിയെ തന്നെയാണ് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അവരുടെ ശബ്ദം മുൻനിരയിലേക്ക് എത്തുക, അവർക്ക് വേണ്ട കാര്യങ്ങളും അവർക്ക് വേണ്ട അംഗീകാരങ്ങളും നമുക്ക് പൊതുസമൂഹത്തിലാവട്ടെ അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടതാവട്ടെ എല്ലാ അംഗീകാരങ്ങളും ഏതൊരു സ്ത്രീയെയും പുരുഷനെയും പോലെ തന്നെ അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതും കൂടിയാണ് ഒരു ലക്ഷ്യമാണ്. അങ്ങനെ ഒരു സ്പേസ് ലഭിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് എനിക്ക് ആ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആകർഷിച്ചതില്ല ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ശ്രീ സുരേഷ് ഗോപി സാറ്, പുള്ളിക്കാരൻ്റെ ഒരുപാട് സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ട സർജറി കാര്യങ്ങളൊക്കെ ആവട്ടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ്റെ ഫണ്ടിൽ നിന്ന് അതുപോലൊരു ഫണ്ടും ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജി ആവട്ടെ അതുപോലെ ഒത്തിരി വ്യക്തികൾ അതിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ നമ്മുടെ വികസിത ഭാരതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്ന ഒരു ജനനായകനാണ് നമുക്കുള്ളത്. അതും ഒരു പ്രധാന കാരണം തന്നെയാണ്. താങ്ക് യു. പ്രതീക്ഷ, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പുറമൂടി നടിച്ചുകൊണ്ട് ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ബഡ്ജറ്റിലും കൃത്യമായി ഇത്ര കോടി രൂപ പ്രഖ്യാപിക്കുകയും അതിനെ കൃത്യമായി ദൂർത്തടിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും പല വലിയ അതായത് വകുപ്പുകൾ ലൈക്ക് ആരോഗ്യം, ആഭ്യന്തരം, പിന്നെ അങ്ങനെ റവന്യൂ പോലുള്ള വകുപ്പുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു സാമൂഹിക നീതി വകുപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല. അവിടെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന വ്യാജേന നടക്കുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ കുറേയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് BJP പോലൊരു പ്രസ്ഥാനം, അതിനകത്തെ പ്രവർത്തകർ, അതിൻ്റെ നേതൃത്വം ലാഭേച്ഛ കൂടാതെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും മീഡിയ അറിയുന്നുണ്ടാവില്ല, അറിയാണ്ട് മനഃപൂർവ്വമായി അറിയിക്കാണ്ടിരിക്കുന്നതാവാം. കാരണം ഇവിടെ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടും ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ വോട്ടിന് വേണ്ടിയിട്ടും ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, പറച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് BJP പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി വരുന്നത്. എന്തായാലും ദേശീയതയിലൂന്നി രാജ്യത്തെ സേവിക്കുക എന്നത് തന്നെയാണ് BJPയിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഇല്ല, BJPയിൽ ഒരു ഇന്ന മേഖലയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന ഒരു സീറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കണ്ട് കൊതിച്ചു വന്നതല്ല. ഞാൻ പറഞ്ഞതുപോലെ ദേശീയതയിലൂന്നി പ്രവർത്തിക്കാൻ BJP തന്നെയാണ്. എൻ്റെ പേര് അദ്രിജ പണിക്കർ എന്നാണ്. ഐ എം ഡാൻസർ. നമസ്കാരം. പാർട്ടിയിൽ ഇന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. അതിൻ്റെ ഒപ്പം ഇന്ന് ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 3-4 ദിവസം മുമ്പ് ഗൾഫിൽ നടന്ന ഒരു ആക്രമണം, US-ഉം ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ ഒരു അറ്റാക്ക്, അതിനെക്കുറിച്ച് എല്ലാവരും TV യിൽ കാണുന്നുണ്ട്, വാർത്താ സമ്മേളനം വാർത്ത വായിക്കുന്നുണ്ട്. പക്ഷേ അത് നടന്നു കഴിഞ്ഞ് ഇവിടുത്തെ CPM-ഉം കോൺഗ്രസിൻ്റെ നിലപാടിനെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാടിന് എത്ര കൊല്ലമായി നമ്മുടെ കുട്ടികളും യുവാക്കളും ഇവിടുന്ന് പോകുന്നു, ഗൾഫ് രാജ്യത്തിൽ തൊഴിൽ തേടാനും അവിടെ നേടാൻ അവിടെ പോകുന്നു. എത്രയോ വീട്ടിൽ ഇന്ന് കേരളത്തിൻ്റെ ഇക്കോണമി മാത്രമല്ല, ഓരോരോ വീട്ടിൽ അവരുടെ അധ്വാനത്തിൻ്റെ ബലത്തിലാണ് കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഇവർ ലക്ഷക്കണക്കിലാണ് മലയാളികൾ ഗൾഫിൽ. ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, UAE, ഖട്ടാർ, ലക്ഷക്കണക്കിൽ നമ്മൾ മലയാളി യൂത്തും യുവാക്കളും എല്ലാം അവിടെ അധ്വാനിക്കുന്നു. ഈ ഗൾഫിൻ്റെ അറ്റാക്ക് കഴിഞ്ഞ് നമ്മുടെ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയും
അതിൻ്റെ ഒപ്പം കോൺഗ്രസ്സുകാരും പെട്ടെന്ന് ഇറങ്ങിയിട്ട് US-ൻ്റെ എതിരെയും ഇസ്രായേലിൻ്റെ എതിരെ അവർ ഒരു അറ്റാക്ക് തുടങ്ങി. ഇതുവരെ ഇറാൻ നടത്തിയ ഈ GCC കൺട്രീസിൻ്റെ മുകളിൽ നടത്തിയ അറ്റാക്കിനെ കുറിച്ച് ഇതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾ താമസിക്കുന്നതും മലയാളികൾ താമസിക്കുന്നു, അധ്വാനിക്കുന്നു, വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കുവൈറ്റ്, ഖട്ടാർ, ബഹ്റൈൻ, സൗദി അറേബ്യ, UAE എന്ന രാജ്യങ്ങൾ. അവിടെ ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പറയാനൊന്നുമില്ല, കോൺഗ്രസ് പാർട്ടിക്ക് പറയാനൊന്നുമില്ല. ഈ ഒരു ഇരട്ടത്താപ്പ്, ഈ ഒരു പ്രീണ രാഷ്ട്രീയത്തിൽ ഒബ്സസ് ചെയ്യുന്ന ഒരു CPM കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ടെററിസം എന്ന ഒരു കോസിൽ ആരാണെങ്കിലും, ഇരകൾ, വിക്ടിംസ് എവിടെയാണെങ്കിലും അവരെതിരെ സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവണം. എല്ലാത്തിലും രാഷ്ട്രീയം കൊണ്ടുവന്ന്, ഒരു പ്രീണ രാഷ്ട്രീയം കൊണ്ടുവന്ന് പകുതി കാര്യങ്ങളെക്കുറിച്ച് പറയുക, സംസാരിക്കുക, മറ്റേ കാര്യങ്ങളെക്കുറിച്ച് ഒരു മൗനം പാലിക്കുന്ന ഒരു രീതിയാണ് CPM-ഉം കോൺഗ്രസ് ഇന്ന് ചെയ്യുന്നത്. അത് തെറ്റാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും നമ്മുടെ നരേന്ദ്രമോദിജി പറഞ്ഞ കാര്യങ്ങൾ ഈ അറ്റാക്ക് കഴിഞ്ഞത് എന്താണ് പറഞ്ഞത്? എവിടെയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യക്കാരെ സംരക്ഷിക്കണം, അതിനുവേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറാനോട് സംസാരിക്കുന്നു, സൗദി അറേബ്യ സർക്കാരോട് സംസാരിക്കുന്നു, ബഹ്റൈനോട് സംസാരിക്കുന്നു, UAE-യോട് സംസാരിക്കുന്നു. ഓരോരോ മലയാളി, ഓരോരോ ഇന്ത്യനെ സംരക്ഷിക്കാൻ രാഷ്ട്രീയമില്ലാണ്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ ഒപ്പം ആണ് BJP NDA സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു അന്ധന്മാർ പോലെ, ഒരു വിഷന്, ഒരു ബ്ലൈൻഡായ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസമിൻ്റെ ബ്ലൈൻഡായ പോലെ CPM-ഉം കോൺഗ്രസ് ഇന്ന് വരെ ഇറാനിനെ കണ്ടം ചെയ്യാൻ തയ്യാറല്ല. ഞാനിത് ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ചർച്ച ചെയ്യണം, ആലോചിക്കണം. ഈ നാടിൻ്റെ പ്രീണ രാഷ്ട്രീയം ഈ ലെവൽ വരെ എത്തിയോ? ഒരു രാജ്യം ചെയ്യുമ്പോൾ അത് തെറ്റ്, ആ രാജ്യം ചെയ്യുന്ന ഇരയായ മറ്റൊരു രാജ്യത്തിനെ കുറിച്ച് പറയാൻ പേടി, ധൈര്യമില്ലായ്മ. ഇതാണ് നമ്മൾ ആവശ്യം. ഞാൻ കോഴിക്കോടിലൊരു പൊതുസമൂഹത്തിൽ പറഞ്ഞ കാര്യം, BJP NDA എല്ലാ മതവും, എല്ലാ വിശ്വാസികളും ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ രാജ്യത്തിൻ്റെ എതിരെ പ്രവർത്തിച്ച ആരാണെങ്കിലും ഒരു പേടിയില്ലാണ്ട് അവരെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ നൈജീരിയയിലെ ക്രിസ്ത്യൻസിനെ കൊല്ലുന്ന തീവ്രവാദിയാണെങ്കിൽ ഞങ്ങളത് പറയും. ഈ പിണറായി വിജയൻ പോലെയും പ്രിയങ്ക ഗാന്ധി വാഡ്ര പോലെ ഗാസ ഗാസ ഗാസ, ഇറാൻ 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 മാത്രം പറഞ്ഞു നടക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണോ ജനങ്ങളുടെ ആവശ്യമെന്ന്? BJP പോലെ ഒരു പാർട്ടിയാണോ ആവശ്യം? ഇത് ചിന്തിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വാഡ്ര ഗാസ ഗാസ എന്ന് പറയുമ്പോൾ സിറിയയിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല? നൈജീരിയയിൽ 100,000 പേര് ക്രിസ്ത്യൻസിനെ കൊന്നു, ഇസ്ലാമിക് ടെററിസ്റ്റ്, അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല. ബഹ്റൈനും കുവൈറ്റും സൗദി അറേബ്യയിലും ഖട്ടാറിലും ഈ കഴിഞ്ഞ 4-5 ദിവസം നടന്ന ആക്രമണം, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല, സംസാരിക്കുന്നില്ല? അപ്പോൾ ഞാൻ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് അല്ല സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ജനങ്ങൾ ചെയ്യണം എന്നാണ് ഞങ്ങളൊരു അഭ്യർത്ഥന. ഇങ്ങനത്തെ ഒരു പ്രീണ രാഷ്ട്രീയം അല്ല നമ്മുടെ ആവശ്യം. പ്രശ്നങ്ങളും
എന്താ കഷ്ടങ്ങളുള്ള ആരാണെങ്കിലും അവരെ സഹായിക്കാൻ ധൈര്യം ഉണ്ടാവണം, കാഴ്ചപ്പാടുണ്ടാവണം, ഒരു ആത്മാർത്ഥത ഉണ്ടാവണം. അതാണ് രാഷ്ട്രീയ പാർട്ടീൻ്റെ ഒരു ഉത്തരവാദിത്വം.